നമ്മൾ ഈ റമളാൻ കഴിഞ്ഞു, നമ്മൾ നിസ്കരിച്ചു, നേടി. നമ്മളിൽ പലരും നിസ്കാരക്കാരായി, നമ്മളിൽ പല ആളുകളും സദക്കക്കാരായി. ഓക്കെ, ആരായില്ല? അമീനായില്ല. ഇക്കാലത്തെ അമാനത്ത് തഖരീബാണ്. ഇക്കാലത്തെ തഖരീബ് അമാനത്താണ്. കാരണം എവിടെയില്ലാത്ത സാധനമാണല്ലോ ജീവിപ്പിക്കേണ്ടത്. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. മനഹയാ സുന്നത്തി. അർത്ഥബക്കി ഉസ്താദുമാരും എല്ലാവരും ഉണ്ടല്ലോ. അർത്ഥബക്കി മനഹയാ സുന്നത്തി, എൻ്റെ സുന്നത്ത് ഒരാൾ ജീവിപ്പിച്ചാൽ, ഇൻദ ഫസാദി ഉമ്മത്തി, എൻ്റെ സമുദായം നാശത്തിലകപ്പെടുമ്പോൾ എൻ്റെ സുന്നത്ത് ഒരാൾ ജീവിപ്പിച്ചാൽ, ഫലഹു അജ്റു മിഅത്തി ഷഹീദ്, അവന് 100 ഷഹീദിന്റെ കൂലി ഉണ്ടാവും. അപ്പോൾ എൻ്റെ സുന്നത്ത് ഒരാൾ എൻ്റെ സുന്നത്ത് ഒരാൾ ജീവിപ്പിക്കണമെങ്കിൽ ഈ സുന്നത്ത് എന്താവണം? മരിക്കണം. മരിക്കാതെ എന്തിനാ ജീവിപ്പിക്കണം? താടി നല്ല കാര്യമാണ്, കൂലി കിട്ടും. പക്ഷെ അതെന്തല്ല? സുന്നത്ത് ജീവിപ്പിക്കലല്ല. തലേക്കെട്ട് നല്ലതാണ്, പക്ഷെ ഇത് സുന്നത്ത് ജീവിപ്പിക്കലല്ല. കാരണം ആ സുന്നത്ത് ഇവിടെ എന്താ ഉറങ്ങിയിരിക്കണം രാവിലെ, അതെന്തായിട്ടില്ല. മരിക്കണ്ടേ? എങ്ങായി മരിച്ചത് ജീവിപ്പിക്കുക. എന്നാണെങ്കിൽ അർത്ഥം ഉണ്ടാവും, എന്റെ സുന്നത്ത് ഒരാൾ ചെയ്താൽ. അങ്ങനെയാണോ നബി പറഞ്ഞത്? അല്ല. എന്റെ സുന്നത്ത് ഒരാൾ ജീവിപ്പിച്ചാൽ, അപ്പൊ ആ സുന്നത്ത് എന്താവണം? മരിക്കണം. തലയെക്കെട്ട് മരിച്ച സുന്നത്തല്ല, തൊപ്പി മരിച്ച സുന്നത്തല്ല, താടി മരിച്ച സുന്നത്തല്ല, സുന്നത്ത് നിസ്കാരം മരിച്ച സുന്നത്തല്ല, സുന്നത്ത് നോമ്പ് മരിച്ച സുന്നത്തല്ല, ഇതൊന്നും മരിച്ച സുന്നത്തല്ല. വലഭാഗത്ത് തുപ്പാതിരിക്കൽ മരിച്ച സുന്നത്തല്ല, കാൽമ ചെരുപ്പിടൽ മരിച്ച സുന്നത്തല്ല. മരിച്ച സുന്നത്ത് ഞാൻ സമൂഹത്തിന് കാട്ടിയ ആദ്യത്തെ സുന്നത്താണ്. എന്ത്? അൽ അമീൻ, അമാനത്ത്. അത് ജീവിപ്പിക്കണം. അപ്പോൾ നിനക്ക് 100 ഷഹീദിന്റെ കൂലി ഉണ്ടാവും.